അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരും, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിഹിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സൂറ ബഖറയിലെ 36-ാമത്തെ വചനത്തെ നമുക്ക് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖുൽനാ യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്നത വകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ വലാ തഖ്റബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ. വഖുൽനാ, നാം പറഞ്ഞ സന്ദർഭം. യാ ആദം, അല്ലയോ ആദം, ഉസ്കുൻ അൻത വസൗജുക, നീയും നിൻ്റെ ഭാര്യയും താമസിക്കുക, അൽ ജന്നത്ത, ഈ തോട്ടത്തിൽ, വകുല മിൻഹ, അതിൽ നിന്നു നിങ്ങൾ ഇരുവരും ഭക്ഷിച്ചു കൊള്ളുക, റഗദൻ, ഇഷ്ടാനുസരണം, ഹൈതു ശിഅ്തുമ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, വലാ തഖ്റബ ഹാദിഹി ഷജറ, നിങ്ങൾ ഇരുവരും ഈ വൃക്ഷത്തെ സമീപിക്കരുത്. ഫതകൂന, അപ്രകാരം നിങ്ങൾ സമീപിച്ചാൽ നിങ്ങൾ ആയിത്തീരുന്നതാണ് മിനൽ ളാലിമീൻ, നഷ്ടകാരികളിൽ, അക്രമം പ്രവർത്തിച്ചവരിൽ പെട്ടുപോകുന്നതാണ്. നിങ്ങൾ ഇരുവരും ഈ വൃക്ഷത്തെ സമീപിക്കരുത്. ഇതാണ് ഈ വചനത്തിലൂടെ നമുക്ക് ബാഹ്യമായി നോക്കിക്കാണാൻ കഴിയുന്നത്. ഇത് സംബന്ധമായിട്ട് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ദ വേർഡ് ഗാർഡൻ, ഈ ആരാമം, പൂന്തോട്ടം എന്ന് പറയുന്ന ഈ വാക്ക് ഒക്കറിങ് ഇൻ ദിസ് വേഴ്സ്, ഈ വചനത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഡസ് നോട്ട് റെഫർ ടു ഹെവൻ ഓർ പാരഡൈസ്. ഇത് സ്വർഗത്തെയോ ആ നിലയിലുള്ള ഒരു സ്വർഗീയ ആരാമമുണ്ടല്ലോ, അതിനെ അല്ല പരാമർശിക്കുന്നത്. മരണശേഷം, വിചാരണയ്ക്ക് ശേഷം സ്വർഗീയാരാമത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്വർഗത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ സ്വർഗത്തിലായിരുന്നോ ഈ ആദം എന്നത് സംബന്ധമായിട്ട് പണ്ഡിതർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അപ്രകാരം ഒരു മരണാനന്തരം വിചാരണയ്ക്ക് ശേഷം ലഭ്യമാകുന്ന ആ സ്വർഗീയ ആരാമത്തിലായിരുന്നില്ല ഈ ആദം അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം കഴിഞ്ഞിരുന്നത് എന്നതിന്
വ്യക്തമായ ശക്തമായ തെളിവുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ ഇതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പൂന്തോട്ടം, ആരാമം, അത് നമ്മൾ ധരിച്ചിരിക്കുന്ന മരണാനന്തര ജീവിതത്തിൽ ലഭ്യമാകുന്ന സ്വർഗത്തിലല്ല. ബട്ട് സിംപ്ലി ടു ദ ഗാർഡൻ, ഒരു തോട്ടം എന്ന നിലയിൽ മാത്രമാണ് അതിനെ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ലൈക്ക് ദ പ്ലേസ് വേർ ആദം വാസ് ഫസ്റ്റ് മെയ്ഡ് ടു ലിവ്, അവിടെയാണ് ആദമിനെ ആദ്യമായിട്ട് താമസിപ്പിച്ചത് അല്ലാഹു തആല. അപ്പം ഭൂമിയിലുള്ള ഒരു തോട്ടമായിരുന്നു അത്. ഇറ്റ് കനോട്ട് റെഫർ ടു ഹെവൻ, സ്വർഗത്തെ, മരണാനന്തരമുള്ള സ്വർഗത്തെ അല്ല ഇത് പരാമർശിക്കുന്നത് എന്നുള്ളതിന് ഫസ്റ്റ്ലി അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം, ബിക്കോസ് ഇറ്റ് വാസ് ഓൺ എർത്ത് ദാറ്റ് ആദം വാസ് മെയ്ഡ് ടു ലീവ്. അല്ലാഹു തആല ആദമിനെ ഭൂമിയിൽ നിശ്ചയിക്കാൻ പോവുകയാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫത്തൻ, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു പറഞ്ഞത്. അപ്പം സ്വർഗത്തിൽ അല്ല, സ്വർഗത്തിലെ ആ ആരാമമല്ല ഇത് എന്ന് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വചനമാണ്. മുസ്ലിം വിഭാഗങ്ങൾ പലരും ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആദമിനെ പാർപ്പിക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ച ആരാമം, തോട്ടം ഭൂമിയിലാണ്. ഭൂമിയിൽ ഞാനൊരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു എന്നതിലൂടെ നമുക്ക് മനസ്സിലാകും. ഐ ആം ഗോയിങ് ടു പ്ലേസ് ഇൻ ദ എർത്ത് എ കാലിഫ്, ഭൂമിയിൽ ഞാനൊരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു എന്നുള്ള അല്ലാഹുവിൻ്റെ പ്രസ്താവന വിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ അത് അപ്രകാരം തന്നെ പറയുന്നു, ഭൂമിയിൽ ഞാനൊരു ഖലീഫയെ നിശ്ചയിക്കുകയാണ്. അപ്പോൾ ആദം അലൈഹിസ്സലാമും ഹവ്വ റളിയല്ലാഹു തആല അൻഹയെയും ആദ്യം പാർപ്പിച്ചത് ഭൂമിയിലെ ഒരിടത്ത് തന്നെയാണ്. ക്ലിയർലി ഇൻഡിക്കേറ്റ്സ്, അത് വളരെ വ്യക്തമായിട്ട് ഈ വചനത്തിലൂടെ അത് വ്യക്തമാക്കുന്നുണ്ട്. സെക്കൻഡ്ലി, രണ്ടാമതായിട്ട്, ഹെവൻ ഈസ് എ പ്ലേസ് ഫ്രം വിച്ച് നോ വൺ ഹൂ വൺസ് എൻറ്റേഴ്സ് ഇറ്റ് വിൽ എവർ ബി എക്സ്പെൽഡ്. രണ്ടാമത് നാം മനസ്സിലാക്കേണ്ടത്, ഈ സ്വർഗം എന്ന് പറയുന്നത് മരണാനന്തരം ലഭ്യമാകുന്ന അല്ലാഹു തആല നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ആ സ്വർഗീയ ഒരാമത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഹെവൻ ഈസ് എ പ്ലേസ്, അതൊരു സ്ഥലമാണ്. ഫ്രം വിച്ച് നോ വൺ ഹൂ ഓൺസ് എൻറ്റേഴ്സ്, ആരെങ്കിലും ആ സ്വർഗത്തിൽ ഒരിക്കൽ പ്രവേശിച്ചാൽ ഇറ്റ് വിൽ എവർ ബി എക്സ്പെൽഡ്, അവരെ ഒരിക്കലും അതിൽ നിന്ന് പുറത്താക്കപ്പെടുകയില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു സ്വർഗമാണ്. അത് വിശുദ്ധ ഖുർആനിൽ 15-ാം അധ്യായം 49-ാമത്തെ വചനത്തിൽ നമുക്കത് വായിക്കാവുന്നതാണ്. Whereas Adam was made to quit the garden spoken of in this verse. ഇവിടെ ആദം താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അവരെ പുറത്താക്കുന്നതായിട്ട് പറയുന്നു. അപ്പോൾ ഒരിക്കലും ആദം താമസിച്ചിരുന്നത് സ്വർഗത്തിൽ ആയിരുന്നില്ല എന്നതിന് അത് രണ്ടാമത്തെ വ്യക്തമായ തെളിവാണ്. വി ലേൺ ഫ്രം ദ ഹോളി ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ നിന്നും നാം പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, that after having eaten the forbidden fruit, ആ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കരുത്, അതിൽ നിന്ന് നിങ്ങളൊന്നും ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ് അത് ഭക്ഷിച്ചു എന്നത് സംബന്ധിച്ചാണ്. ആഫ്റ്റർ ഹാവിങ് ഈറ്റൻ ദ ഫോർബിഡൻ ഫ്രൂട്ട് ആദം ആൻഡ് ഹവ്വ ബിഗെയിം നേക്കഡ്, ആദമും ഹവ്വായും നഗ്നരായി തീർന്നു എന്ന് പറയുന്നു. വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് കനി പറിച്ച് കഴിച്ചപ്പോൾ ആദമും ഹവ്വായും നഗ്നരാക്കപ്പെട്ടു എന്ന് പറയുന്നു. വിച്ച് മീൻസ്, അതുകൊണ്ടുള്ള അർത്ഥം, ദാറ്റ് അൺലൈക്ക് നോളജ് വിച്ച് ഈസ് എ സോഴ്സ് ഓഫ് ഗുഡ്നസ്, അറിവ് എന്നത് നന്മയുടെ ഉറവിടമാണ്. അത് അറിവ് നമുക്ക് നന്മയുടെ ഉറവിടമായിട്ട് നിലനിൽക്കുന്നു. അതുപോലെ ദ ട്രീ വാസ് എ സോഴ്സ് ഓഫ് ഈവിൾ, ഇവിടെ പറയപ്പെട്ട വൃക്ഷം ഒരു തിന്മയുടെ പ്രതീകമായിട്ടും നിൽക്കുന്നു. മേക്കിംഗ് ആദം എക്സിബിറ്റ്സ് എ വീക്ക്നെസ്, ഇത് ആദമിൽ പ്രകടമായ ഒരു ദൗർബല്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. The Quranic view is evidently correct
വിശുദ്ധ ഖുർആൻ്റെ ശക്തമായ തെളിവോടുകൂടിയുള്ള ആ വീക്ഷണം ശരിയായതാണ്. ബിക്കോസ് ടു ഡിപ്രൈവ് മാൻ ഓഫ് നോളജ് വാസ് ടു ഡിഫീറ്റ് ദ വെരി പർപ്പസ് ഫോർ വിച്ച് ഹി ഹാഡ് ബീൻ ബ്രോട്ട് ഇൻ ടു ബി. മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതൊരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ്. ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് അറിവ് അനിവാര്യമായിട്ടുള്ളതാണ്, നന്മ അനിവാര്യമായിട്ടുള്ളതാണ്. അതിൽ നിന്നും നമ്മെ മാറ്റിക്കളയുന്ന നിലയിലുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയില്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനമനുസരിച്ച് ഇവിടെ നഗ്നരാക്കപ്പെട്ടു എന്നുള്ളത് ഈ ഖുർആൻ്റെ വചനങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നത് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം, പർപ്പസ് ഓഫ് ലൈഫ്, ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് അറിവ് സമ്പാദിക്കുകയും അറിവിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുകയും അതിൽ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ അടങ്ങിക്കിടക്കുന്ന അർത്ഥങ്ങൾ ഗ്രഹിക്കുകയും ആ ഗ്രഹണശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഈ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഈ വചനങ്ങളെ നമ്മൾ ഗഹനമായി ചിന്തിക്കേണ്ടത് തന്നെയാണ്. ദ ഖുറാനിക് വ്യൂ ഈസ് എവിഡൻ്റ്ലി കറക്റ്റ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ ഈ സമീപനം, ഈ വീക്ഷണം തികച്ചും ശരിയായതാണ്. ബിക്കോസ് ടു ഡിപ്രൈവ് മാൻ ഓഫ് നോളജ്, അറിവുള്ള ഒരു മനുഷ്യനെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. അതാണ് ദ വെരി പർപ്പസ് ഫോർ വിച്ച് ഹി ഹാഡ് ബീൻ ബ്രോട്ട് ഇൻ ടു ബീങ്, അവനെ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അറിവ് വളരെ അനിവാര്യമായ കാര്യമാണ്. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ആ അറിവിൻ്റെ ഒരു മഹാസാഗരമാണ് വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ ഖുർആനിലെ ഓരോ വാക്കുകളെക്കുറിച്ചും നമ്മൾ പഠിക്കുകയും നമുക്ക് ഏത് ഭാഷയാണോ അനുയോജ്യമായി തീർന്നിട്ടുള്ളത് അതിലൂടെ അതിൻ്റെ അഗാധ തലങ്ങളിലേക്ക് കടന്നു പോകുവാനും നമുക്ക് കഴിയേണ്ടതാണ്. തുടർന്ന് ഇത് സംബന്ധമായിട്ട് തന്നെ ഈ നേക്കഡായി അവർ നഗ്നരായി എന്നുള്ളതിനെ സംബന്ധിച്ച് വീണ്ടും ഇത് സംബന്ധമായിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ, അക്കോർഡിംഗ് ടു ഖുർആൻ, വി മസ്റ്റ് എഗ്രി ഓൺ ദ പോയിൻറ്റ്സ് ദാറ്റ് ദ ട്രീ വാസ് നോട്ട് എ റിയൽ വൺ. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന വൃക്ഷം ഒരു യഥാർത്ഥമായ നിലയിലുള്ള ഒരു വൃക്ഷമല്ല. ആ വൃക്ഷം, അങ്ങനെ ഒരു വൃക്ഷമില്ല. ബട്ട് ഓൺലി എ സിമ്പൽ, അതൊരു അടയാളമായി കാണിച്ചിരിക്കുകയാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സിമ്പലായി, ഒരു അടയാളമായി അതിനെ എടുത്തിരിക്കുന്നു. ബിക്കോസ് നോ ട്രീ വിത്ത് എയ്തർ ഓഫ് ദ എബവ് ക്യാരക്ടറിസ്റ്റിക്സ്, ഈ പറയപ്പെട്ട ഒരു വൃക്ഷത്തെ സമീപിച്ചാൽ, അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ നഗ്നരാകും എന്നുള്ളതിനെ സംബന്ധിച്ച് നോ ട്രീ വിത്ത് എയ്തർ ഓഫ് ദ എബവ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഈസ് മേക്കിംഗ് എ മാൻ നേക്കഡ് ഓർ ഗിവിംഗ് ഹിം നോളജ് ഓഫ് ഗുഡ് ഓർ ഈവിൾ എക്സിസ്റ്റ്സ്. അപ്പോൾ ഒരു വൃക്ഷത്തെ സമീപിച്ചാൽ അവനെ നഗ്നനാക്കുക, അല്ലെങ്കിൽ അവനതിൽ നിന്നും അറിവ് നൽകുക, നല്ല അറിവ് നൽകുക, അല്ലെങ്കിൽ മോശമായ എന്തെങ്കിലും അതിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു വൃക്ഷത്തെയും നമുക്ക് ഈ ഭൂമുഖത്ത് കാണാൻ കഴിയില്ല. ഇന്ന് ഈ ഭൂമിയിലുള്ള ഏതൊരു വൃക്ഷത്തെ സമീപിച്ചാലും ആ വൃക്ഷത്തിൻ്റെ സമീപത്ത് പോകുന്നത് കൊണ്ട് ഒരുത്തൻ നഗ്നനായി മാറുകയോ, അതല്ല എങ്കിൽ അവൻ എന്തെങ്കിലും നന്മ ആ വൃക്ഷത്തെ സമീപിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുമെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിന്മ ആ വൃക്ഷത്തിൽ സമീപിക്കുന്നതിലൂടെ കിട്ടുമെന്നോ ഉള്ളതിന് ഓൺ ദ ഫേസ് ഓഫ് ദ ഗ്ലോബ്, ഈ ഭൂമുഖത്ത് എങ്ങും അത്തരത്തിലുള്ള ഒരു വൃക്ഷം നമുക്ക് ഇന്ന് കാണുവാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു വൃക്ഷമല്ല അത്. സോ ദ ട്രീ മസ്റ്റ് റെപ്രസെൻറ്റ് സംതിങ് എൽസ്. അപ്പോൾ ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ഈ വൃക്ഷം മറ്റു ചില കാര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുകയാണ്. അതല്ലാതെ ആ പദാർത്ഥത്തിലൂടെ അല്ല ആ കാര്യം നാം മനസ്സിലാക്കേണ്ടത്. ഇത് സംബന്ധമായിട്ട് നമ്മൾ വിശുദ്ധ ഖുർആനിലേക്ക് തന്നെ നോക്കുമ്പോൾ ഖുർആൻ പറയുന്നത്, അതായത് ഖുർആൻ ഒരു വചനം മറ്റൊരു വചനം കൊണ്ട് അതിന് വിശദീകരണം കൊടുക്കുമെന്ന്. യുഫസ്സിറു ബഅ്ദുഹു ലിബഅദ്, അതിലെ ചില വചനങ്ങൾ മറ്റു ചില വചനങ്ങൾ കൊണ്ട് സംശയമുണ്ടെങ്കിൽ അതിനെ വിശദീകരിക്കുന്ന അത്ഭുത സിദ്ധിയുള്ള
വേഴ്സസ് ആണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. തുടർന്ന് ഖലീഫത്തുള്ള പറയുന്നത് ഖുർആൻ മെൻഷൻ 2 kinds ഓഫ് ട്രീസ്. വിശുദ്ധ ഖുർആൻ 2 തരത്തിലുള്ള വൃക്ഷങ്ങളെ പരാമർശിക്കുന്നുണ്ട്. ഒന്ന് എ ഗുഡ് ട്രീ, ഒരു നല്ല വൃക്ഷം. 2 ആൻ ഈവിൾ ട്രീ, ഒരു മോശമായ വൃക്ഷം. അപ്പം നല്ല വൃക്ഷമെന്നും മോശമായ വൃക്ഷമെന്നും വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഫോർ വിച്ച് 14:25 അധ്യായം 14:25 27 പ്യുവർ തിങ്സ് ആൻഡ് പ്യുവർ ടീച്ചിങ്സ് ആർ ലൈക്കൻ ടു ദ ഫോർമർ. നല്ല കാര്യങ്ങൾ, പരിശുദ്ധമായ അധ്യാപനങ്ങൾ, പരിശുദ്ധമായ സാധനങ്ങൾ ഒക്കെ നല്ല വൃക്ഷത്തോട് ഉപമിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല വൃക്ഷമാണ്, ആ വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് പോകൂ, ആ വൃക്ഷം നല്ലതാണ് എന്ന് പറയുമ്പോൾ നല്ല വൃക്ഷം എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ നന്മയും പരിശുദ്ധവുമായ കാര്യങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള ഒരു വൃക്ഷം. അതുപോലെ വിശുദ്ധ ഖുർആൻ മോശം വൃക്ഷം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇംപ്യൂർ തിങ്സ് ആൻഡ് ഇംപ്യൂർ തോട്ട്സ്, പരിശുദ്ധമല്ലാത്ത മ്ലേച്ഛമായ കാര്യങ്ങളും മ്ലേച്ഛമായ ചിന്തകളും, അത് ആർ ലൈക്കൻ ടു ദ ലാറ്റർ, അതിനെ മോശം വൃക്ഷം എന്ന് പറഞ്ഞ് ഉപമിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 14:25 പറയുന്നത് കലിമത്തൻ തയ്യിബത്തൻ കഷജറത്തിൻ തയ്യിബത്തിൻ. കലിമത്തൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, തയ്യിബത്തൻ പരിശുദ്ധമായ ഒരു വാക്ക്, കഷജറത്തിൻ തയ്യിബത്തിൻ പരിശുദ്ധമായ ഒരു വൃക്ഷം പോലെയാണ്. അപ്പോൾ പരിശുദ്ധമായ ഒരു വൃക്ഷം, പരിശുദ്ധമായ ഒരു വാക്ക് പരിശുദ്ധമായ വൃക്ഷം പോലെയാണ്. അതുപോലെ കലിമത്തിൻ ഖബീസത്തിൻ, മോശമായ ഒരു വാക്ക്, കഷജറത്തിൻ ഖബീസത്തിൻ ഒരു മോശമായ വൃക്ഷം പോലെയാണ്. അത് 14:27 പറയുന്നു. അപ്പോൾ 14:25 14:27 2 സൈസ് വൃക്ഷങ്ങളെക്കുറിച്ച് പറയുന്നു. ഒന്ന് നല്ല വൃക്ഷങ്ങളും മറ്റൊന്ന് മോശമായ വൃക്ഷങ്ങളും. ഇങ്ങനെ പരാമർശിക്കുന്ന ഈ വൃക്ഷങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ആദം വാസ് എൻജോയിൻഡ് ടു അവോയ്ഡ് കോറൽസ്. അതുകൊണ്ട് ഈ വാക്കുകൾ കൊണ്ട് ഈ വചനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സത്തായ കാര്യമെന്ന് പറയുന്നത്, ദ വേർഡ്സ് വുഡ് മീൻ, ഈ വചനം അർത്ഥമാക്കുന്നത് ദാറ്റ് ആദം വാസ് എൻജോയിൻഡ്, ആദം അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു ടു അവോയ്ഡ് കോറൽസ്, വഴക്കുകളൊക്കെ അവസാനിപ്പിക്കണം, വഴക്കും വെക്കാനും ഉണ്ടാക്കരുത്. 2 ദാറ്റ് ഹി വാസ് വാൺഡ് അഗൻസ്റ്റ് ഈവിൾ തിങ്സ്, മോശമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. അപ്പം വഴക്കും വെക്കാനും ഒക്കെ ഇല്ലാതാക്കി ഈ നല്ല മോശമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു മുന്നറിയിപ്പ് നൽകി. ബിക്കോസ് ആൾദോ ദ വേഴ്സ് ഡസ് നോട്ട് സ്പെസിഫൈ ഈവിൾ ഓർ ഗുഡ്, ഈ വചനത്തിൽ മോശമായ കാര്യത്തെക്കുറിച്ചും നല്ല കാര്യത്തെക്കുറിച്ചും പരാമർശിക്കുന്നില്ലെങ്കിൽ പോലും യെറ്റ് ദ പ്രൊഹിബിഷൻ കനോട്ട് ബട്ട് റെഫർ ടു ഇംപ്യൂർ ആൻഡ് ഈവിൾ തിങ്സ്, ഈ മോശമായ കാര്യങ്ങളും മോശമായ പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യരുത് എന്നതിലേക്ക് സൂചിപ്പിക്കുന്നു എന്നാണ് ഈ വചനത്തിനെ വിശദീകരിച്ചുകൊണ്ട് സദ് ഖലീഫത്തുള്ള പറയുന്നു. അപ്പോൾ വക്കുൽന, നാം പറഞ്ഞു, യാ ആദം, ഹേ ആദം, മുസ്കുൻ അന്ത വസൗജുക, നീയും നിൻ്റെ ഭാര്യ ഇണയും താമസിക്കൂ. മുസ്കുൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തോടു കൂടി കഴിയുന്നതിനാണ് പറയുന്നത്. ഈ ആരാമത്തിൽ നിങ്ങൾ കഴിയൂ. വക്കുല മിൻഹ റഗദൻ, നിങ്ങൾ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ ഭക്ഷിക്കൂ. ഹൈദു ഷീത്തുമ, നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് നിന്ന്. വലാ തക്രബ ഹാദി ഷജറ. അപ്പോൾ ഇതെല്ലാം നമ്മളെല്ലാവരോടും തന്നെ അല്ലാഹു തആല പറയാം, നീയും നിൻ്റെ ഇണയും ചേർന്ന് നിങ്ങൾ സന്തോഷത്തോടു കൂടി പുത്രകളത്രാദികളോടൊപ്പം നിങ്ങൾ കഴിയൂ. വലാ തക്രബ ഹാദി ഷജറ, നിങ്ങൾ ഒരു കുടുംബം എന്ന നിലയിൽ ഈ 2 പേരടങ്ങുന്ന ഇത് വിപുലമായി കഴിയുന്ന ഒരു വലിയ കുടുംബമാണ് ലോകം. ഈ കുടുംബത്തിൽ നിങ്ങൾ എന്ത് ചെയ്ത്, വലാ തക്രബ, ഈ കുടുംബാംഗങ്ങൾ മോശമായ ഒരു പ്രവൃത്തിയും ചെയ്യരുത്, ആ വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞാൽ മോശമായ ഒരു വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ മോശപ്രവൃത്തികളൊന്നും ചെയ്യരുത്.
അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫതക്കൂന മിനൽ ളാലിമീൻ, നിങ്ങൾ അക്രമികളാവും. അപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ അടുത്ത് പോകരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ ഒരു മോശവൃക്ഷം, അതായത് മോശപ്രവർത്തികൾ ഒന്നും നിങ്ങൾ ചെയ്യാതെ നല്ല വൃക്ഷത്തിൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നവരായി നിങ്ങൾ മാറേണ്ടതാണ്. ഇതിന് നമ്മൾ സ്വർഗീയാരാമത്തിൽ നിന്നും പുറത്താക്കി പിന്നീട് ഒക്കെ ഒരുപാട് കെട്ടുകഥകളുണ്ട്. അതൊന്നും അല്ല അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കുക. നമുക്ക് സമാധാനത്തോടുകൂടി ശാന്തി, ഉസ്കുൻ എന്ന പദം അറബിയിൽ വരുമ്പോൾ ശാന്തി സമാധാനത്തോടുകൂടി കഴിയുന്നതിനാണ് ആ പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ സമാധാനത്തോടും ശാന്തിയോടും കൂടി നിങ്ങൾ, ഭൗതിക സമാധാനവും വേണം, ആന്തരിക സമാധാനവും വേണം. അതാണ് ശാന്തി സമാധാനം. ഇത് രണ്ടും കൂടിയാണ് ഉസ്കുൻ എന്ന പദത്തിലുള്ളത്. അപ്പോൾ ആ നിലയിൽ ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും സമാധാനത്തോടു കൂടി നിങ്ങൾ ഈ ഭൂമുഖത്ത് കഴിയണം. നിങ്ങൾ മോശമായ യാതൊരു പ്രവൃത്തിയും ചെയ്യരുത് എന്ന കൽപ്പനയുമായിട്ടാണ് നമ്മുടെ ആദിമ പിതാവ് ഈ യുഗത്തിൻ്റെ ആരംഭത്തിൽ ഭൂമുഖത്തേക്ക് അല്ലാഹു തആല നിയോഗിച്ചത്. അതിൻ്റെ പിൻതലമുറക്കാരാണ് നമ്മളിൽ നിന്നും യാതൊരു അസമാധാനവും അശാന്തിയും ഉണ്ടാകരുത്. വ്യക്തിയുടെ ആന്തരിക ഭാഗവും പുറമേയുള്ള ഭാഗവും അതുപോലെ കുടുംബാന്തരീക്ഷത്തിലും സാമൂഹ്യ അന്തരീക്ഷത്തിലും തികച്ചും സമാധാനപൂർണവും ശാന്തിപൂർണവുമായ ഒരു ലൈഫ് നമ്മൾ കെട്ടിപ്പടുക്കുവാൻ ഈ വിശുദ്ധ വചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ വ്യക്തമാക്കപ്പെടുന്ന ഈ ജ്ഞാനാമൃതധാര നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മുടെ ശാരീരിക പ്രക്രിയയിൽ പരിപൂർണമായ മാറ്റം വരുത്തി സമാധാനവും ശാന്തിയും നൽകുന്ന ഉത്തമരായ ആളുകളാക്കി അല്ലാഹു തആല നമ്മെ മാറ്റട്ടെ. ഈ ലോകത്തിലുള്ള സമസ്ത മനുഷ്യർക്കും ഇത്തരത്തിലുള്ള ആ സമാധാന സന്ദേശവും ശാന്തിയുടെ മാർഗവും പറഞ്ഞു കൊടുക്കുന്ന യഥാർത്ഥ വക്താക്കളായി അല്ലാഹു തആല നമ്മെ ഓരോരുത്തരെയും മാറ്റട്ടെ. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ഇന്ന് അല്ലാഹു തആല അവൻ്റെ ഭാഗത്തു നിന്നും അനുഗ്രഹവർഷമായിട്ട് ഖലീഫത്തുള്ളാഹി നിയോഗിച്ചത്. മനുഷ്യനെന്ന നിലയിൽ ആരാണെങ്കിലും പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെ ഉള്ളവരെ സംബന്ധിച്ച് ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കുല്ലു ബിനു ആദമ ഖത്താഊൻ, എല്ലാ ആദം സന്തതികളും തെറ്റ് ചെയ്യുന്നവരാണ്, കുറ്റം ചെയ്യുന്നവരാണ്, കുറവ് ഉള്ളവരാണ്, ന്യൂനത ഉള്ളവരാണ്. വഖൈറു ഖതായിന അത്തവാബൂൻ, അതിലെ ഏറ്റവും ശ്രേഷ്ഠരെന്ന് പറയുന്നത് താൻ ചെയ്ത തെറ്റിനെ പശ്ചാത്തപിക്കുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് പരിശുദ്ധത ആരും ചമയേണ്ട, എല്ലാവരും പാപികളും കുറ്റക്കാരുമാണ്. പാപം ചെയ്തിട്ടുള്ളവരാണ്, ചെയ്യുന്നവരാണ്. അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനുള്ള ഒരു രക്ഷാബന്ധനം കൂടി അല്ലാഹു തആല തുറന്നു വച്ചിരിക്കുന്നു. അത് ഇസ്തിഗ്ഫാറാണ്. അല്ലാഹു തആല നമ്മുടെ ഇസ്തിഗ്ഫാറുകളെ സ്വീകരിക്കട്ടെ. അതിനുവേണ്ടി നമ്മളെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ സമ്മേളനങ്ങളും കാര്യങ്ങളും സംഘടിപ്പിക്കുന്നത്. ഈ ആരാമത്തിൽ നിന്നും നമുക്ക് പുറത്തു പോകാൻ ഇടവരാതിരിക്കട്ടെ. ഈ പരിശുദ്ധമായ വൃക്ഷം നമ്മളിലേക്ക് കടന്നു വന്ന് നമുക്ക് ചൈതന്യവത്താക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. ജസാക്കുമുല്ലാഹ് ഹസ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.